നരേന്ദ്രമോദി നൽകുന്ന സന്ദേശമെന്ത് എന്നാണ് ന്യൂസ് പ്ലസ് ചോദിക്കുന്നത്. ജോസഫ് ആന്റണി വിദേശകാര്യ വിദഗ്ധനാണ് ഇപ്പോൾ നമുക്കൊപ്പം തത്സമയം ചേരുന്നത്. സ്വാഗതം ശ്രീ ജോസഫ് ആന്റണി. വളരെ വൈകാരികമായ ഒരു പ്രതികരണമാണ് ഇന്ന് പ്രധാനമന്ത്രി നടത്തിയിരിക്കുന്നത്. പക്ഷേ പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ ഭീകരരിൽ ഒരാളെപ്പോലും ഇന്ത്യൻ സൈന്യത്തിന് പിടികൂടാൻ കഴിഞ്ഞില്ല. അവിടെ അരിച്ചുപെറുക്കി തെരച്ചിൽ നടക്കുകയാണ്. അപ്പോൾ അവിടെ സുരക്ഷാ വീഴ്ച അടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഉയർത്തുന്ന സാഹചര്യമുണ്ട്. ഇപ്പോഴിതാ പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിക്കണം എന്ന് ആവശ്യപ്പെട്ട് കത്ത് കൊടുക്കാൻ പോകുന്നു. അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലം നിലനിൽക്കുമ്പോൾ ഇത്രയും വൈകാരികമായ അത്യന്തം രോഷത്തോടെയുള്ള പ്രതികരണം, അത് ഈ വക ചർച്ചകളിൽ നിന്നുള്ള ശ്രദ്ധ മാറ്റലാണോ? നമുക്കെല്ലാവർക്കും അറിയാം, പഹൽഗാമിൽ ഉണ്ടായത് ഇന്ത്യയുടെ മനസാക്ഷിയെ നടുക്കുന്ന തരത്തിലുള്ള വളരെ ക്രൂരമായ കൊലപാതകമാണ്. നിരപരാധികളായ ആളുകളെ വധിച്ചിരിക്കുകയാണ്. ആ വധത്തിൻ്റെ ഒരു വലിയ സവിശേഷത എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഏറ്റവും വലിയ ദാരുണമായ സംഭവം എന്ന് പറയുന്നത്, ആ ആളുകളെ ഭീകരന്മാർ വന്ന് തെരഞ്ഞു പിടിച്ച് അവരുടെ പേര്, മതം, ID ഒക്കെ ചോദിച്ചിട്ട് വധിച്ചു എന്നുള്ളതാണ് നമ്മളെ ഞെട്ടിപ്പിക്കുന്ന കാര്യം. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ, അതായത് നമ്മുടെ പ്രധാനമന്ത്രി പറയുന്നത് പോലെ തന്നെ ഇന്ത്യക്കാർ മുഴുവൻ രോഷാകുലരാണ്. തീർച്ചയായിട്ടും ഇന്ത്യക്കാർ മുഴുവൻ രോഷാകുലരാണ്. അതുപോലെ തന്നെ അവർ ആശങ്കാകുലരുമാണ്. രോഷാകുലരാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, നമ്മുടെ നിരപരാധികളായ നമ്മുടെ സ്നേഹനിധികളായ ആളുകൾ വിനോദസഞ്ചാരത്തിന് എന്ന് പറഞ്ഞ് ചെല്ലുമ്പോൾ അവർ വിനോദസഞ്ചാരത്തിന് പോകുന്ന ആളുകൾ മൃതദേഹമായി തിരിച്ചു വരിക എന്ന് പറയുന്നത് ഒരു രാജ്യത്തിനും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു സംഭവത്തിൻ്റെ നിരവധി ഡൈമെൻഷൻസ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത്, ഈ പറഞ്ഞ തരത്തിൽ അവിടെ വിനോദസഞ്ചാരത്തിന് പോകുന്നവർ മരിക്കുന്നു. അതല്ലെങ്കിൽ വേറൊരു തരത്തിൽ പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് വളരെ ശക്തമായ രാജ്യം, അതായത് കാശ്മീരിനെ കുറിച്ച് പറയുന്നത്, കാശ്മീരിൻ്റെ അതിർത്തികളിൽ 1.5 ലക്ഷം സേനകളെയാണ് വിന്യസിച്ചത്. അതിർത്തികളിൽ മാത്രം 1.5 ലക്ഷം സേനകളെയാണ് വിന്യസിച്ചിട്ടുള്ളത്. കാശ്മീരിൻ്റെ ഉള്ളിൽ 3 ലക്ഷം സൈനികരെയാണ് വിന്യസിച്ചിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കാശ്മീരിൽ ഒരു ഇല അനങ്ങിയാൽ പോലും അറിയാവുന്ന തരത്തിൽ അത്രമാത്രം സേനയുടെ സാന്നിധ്യമുള്ള ഒരു പ്രദേശമാണ് വാസ്തവത്തിൽ കാശ്മീർ. അങ്ങനെയുള്ള കാശ്മീരിൽ ഈ പഹൽഗാം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ടൂറിസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ്. അതിൽ തന്നെ ബൈസരൺ താഴ്വര. ഈ ബൈസരൺ താഴ്വര എന്ന് അറിയപ്പെടുന്ന നമുക്ക് എല്ലാവർക്കും അറിയാം. അത് ഇവിടെ പലപ്പോഴും ചർച്ച ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മിനി സ്വിറ്റ്സർലൻഡ് എന്നറിയപ്പെടുന്ന പ്രദേശമാണ്. എന്ന് പറഞ്ഞാൽ വളരെ അധികം തൊഴിലില്ലായ്മയും വളരെയധികം വികസനമില്ലായ്മയും നിലനിൽക്കുന്ന ഒരു പ്രദേശത്ത് അവിടുത്തെ കാശ്മീരി ജനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു ആശ്രയം, ജീവിതാശ്രയം എന്ന് പറയുന്നത് വിനോദസഞ്ചാര മേഖലയാണ്. ആ വിനോദസഞ്ചാര മേഖലയിൽ, പ്രത്യേകിച്ച് പഹൽഗാമിൽ ഇങ്ങനെ ടൂറിസ്റ്റുകൾ വരുമ്പോൾ ആ ടൂറിസ്റ്റുകൾക്ക് ഒരു യാതൊരുവിധ സുരക്ഷയും ഏർപ്പെടുത്തിയിരുന്നില്ല. അതല്ലെങ്കിൽ വളരെ നിസ്സാരമായി ഭീകരർക്ക് കടന്നു കയറി അവരെ വധിച്ചുകൊണ്ട് കടന്നു പോകാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ആളുകൾക്ക് ആശങ്കയുണ്ടാക്കുന്നത്. രോഷാകുലരാകുന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ, അവർ വളരെയധികം പ്രതീക്ഷ അർപ്പിച്ച് ഇവിടെ വികസനം വന്നിരിക്കുന്നു, ഇവിടെ സമാധാനം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ അവിടെ ചെന്നപ്പോൾ അവർ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും 2 കാര്യങ്ങളുണ്ട്. അതായത് നമുക്ക് ഈ ഭീകരതയെ ഇല്ലാതാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് ഭീകരതയെ ശക്തമായി, വ്യവസ്ഥാപിതമായി, സിസ്റ്റമാറ്റിക്കായിട്ട് എതിർക്കാനുള്ള, അത് കാശ്മീരിലെ ഭീകരത ഉണ്ടാവും, ഇന്ത്യയിൽ ഒട്ടാകെയുള്ള ഭീകരത ഉണ്ടാവും, ആഗോളതലത്തിൽ പാകിസ്ഥാൻ സപ്പോർട്ട് ചെയ്യുന്ന ഭീകരത ഉണ്ടാവും. ഈ ഭീകരതയെ മുഴുവൻ ശക്തമായി എതിർക്കാനുള്ള ഒരു സിസ്റ്റമാറ്റിക്കായിട്ടുള്ള പദ്ധതി ഉണ്ടാവണം എന്നുള്ളതാണ്. അതോടൊപ്പം രണ്ടാമത് വേണ്ടത് നമ്മുടെ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പാക്കാൻ കഴിയുക എന്നുള്ളതാണ്. ആ സുരക്ഷ ഉറപ്പാക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ, നമ്മൾ ഇത്രത്തോളം സേനകളെ വിന്യസിച്ചിട്ടുണ്ട്, ലോകത്തിലെ 3ാമത്തെ സാമ്പത്തിക ശക്തിയാകാൻ പോകുന്നു, 2ാമത്തെ സൈനിക ശക്തിയാണ്, വലിയ ആഗോള ശക്തിയാണ് എന്ന് പറയുന്നതിനകത്ത് നമുക്ക് എന്താ അർത്ഥമുള്ളത്? അപ്പോൾ നമുക്ക് ജനങ്ങളെ സംബന്ധിച്ച് ജനങ്ങളുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. മറ്റൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, കാശ്മീരിലെ ഭീകരവാദം എന്ന് പറയുന്നത്, കാശ്മീരിൽ ഇത്തരം കൊലപാതകങ്ങൾ നടന്നിട്ടുള്ളത് നമ്മുടെ വാർത്തകളിലും ഗവൺമെൻറ്റും പറയുന്ന പോലെ കാശ്മീരിൽ തന്നെയുള്ള ആളുകളുടെ പിന്തുണ കൂടി ഇതിനുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. അപ്പോൾ വളരെ മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ് പിന്തുണയ്ക്കുന്നതെങ്കിലും അവിടുത്തെ അവികസിതമായ അവസ്ഥ, അവിടുത്തെ തൊഴിലില്ലായ്മ, അല്ലെങ്കിൽ 1947 മുതൽ അവിടുത്തെ നമ്മുടെ രാജ്യം ഭരിച്ചിരുന്ന കേന്ദ്ര ഗവൺമെൻറ്റുകളുടെ ഇടപെടലിനെതിരായിട്ടുള്ള പ്രതികരണം എന്നുള്ള നിലയ്ക്കുള്ള അവരുടെ പ്രതിഷേധം, ഇതിനെല്ലാം മുതലെടുക്കുന്ന തരത്തിൽ ഒരു പാകിസ്ഥാനിൽ നിന്ന്
നിന്നുകൊണ്ട് വരുന്ന ഒരു ഭീകര പ്രസ്ഥാനം ഇതിനെയൊക്കെ മുതലെടുത്തുകയും പ്രാദേശികമായി ഈ ഭീകര പ്രസ്ഥാനത്തെ സഹായിക്കുന്ന ആളുകളെ വളർത്തിയെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണല്ലോ നമ്മൾ കണ്ടിരിക്കുന്നത്. ഈ കുറേ ആളുകളുടെ വീടുകൾ തെരഞ്ഞു പിടിച്ച് തകർക്കുന്ന തരത്തിലേക്ക് പോയത് പ്രദേശത്തെ ഈ ഭീകരപ്രവർത്തനത്തെ സഹായിച്ച ആളുകൾ എന്നുള്ള നിലയ്ക്കാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, കാശ്മീരിലെ ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ഭീകരതയ്ക്കെതിരായ വളരെ ശക്തമായ നിലപാടെടുത്തുകൊണ്ട് മാത്രമേ ഭീകരത ഇല്ലാതാക്കാൻ കഴിയും. നമുക്കറിയാം, ശ്രീമാൻ നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷം തന്നെ പത്താൻകോട്ടിൽ ഭീകരാക്രമണം ഉണ്ടായി, 2016 ഉറിയിൽ ഭീകരാക്രമണമുണ്ടായി, 2019 പുൽവാമയിൽ ആക്രമണമുണ്ടായി, ഇപ്പോൾ 2025 പഹൽഗാമിൽ ആക്രമണമുണ്ടായി. ഈ ആക്രമണമൊക്കെ നടന്നു കഴിയുമ്പോൾ നമ്മൾ സാധാരണ ഇവിടുത്തെ മാത്രമല്ല അമേരിക്കയിലെയും ലോകത്തിൻ്റെ എല്ലാ സ്ഥലത്തെ ആൾക്കാർ പറയും, ഞങ്ങൾ ലോകത്തിൻ്റെ അറ്റത്ത് പോയി ഈ കുറ്റവാളികളെ കണ്ടുപിടിക്കും, നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ച പുൽവാമയിലെ ആക്രമണത്തിലോ ഉറിയിലെ ആക്രമണത്തിലോ അങ്ങനെയൊക്കെയുള്ള ആക്രമണങ്ങളിൽ എന്താ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അതിന് പിന്നിൽ ഉണ്ടായിരുന്ന ലഷ്കർ-എ തൈബ ആവട്ടെ, മറ്റ് ഭീകര സംഘടനയാകട്ടെ, അവരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യാൻ കഴിയും? ദാവൂദ് ഇബ്രാഹിമിന് എന്തെങ്കിലും ചെയ്യാൻ കഴിഞ്ഞു? അപ്പൊ നമുക്ക് ഈ പറയുന്ന തരത്തിൽ വളരെ വികാരപരമായി നമ്മുടെ നാട്ടിൽ ഒരു കൊലപാതകം നടന്നാൽ നമ്മൾ ആ കൊലപാതകികളെ പിടികൂടും വരെ നമ്മൾ അതിനെ പിന്തുടർന്ന് വാർത്തകൾ ചെയ്യും, വല്ലാതെ വിമർശനം ഉന്നയിക്കും സർക്കാരിനെതിരെ. പക്ഷേ നമുക്ക് ഈ ഭീകരവാദികളുടെ കാര്യത്തിൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു നിസ്സഹായ അവസ്ഥ, അത് ആ ജമ്മു കശ്മീർ പോലൊരു സ്ഥലത്തിന്റെ പ്രാദേശികമായ പ്രത്യേകതകൾ കൊണ്ടുകൂടിയാണ്. പാകിസ്ഥാൻ തൊട്ടടുത്ത് കിടക്കുന്നു, എല്ലാവിധ സഹായവുമായി ഈ ഭീകരാക്രമണത്തിന്. അങ്ങനെയുള്ള പ്രത്യേകതകൾ കൊണ്ടുകൂടി ആയിരിക്കും. പക്ഷേ ഈ ഭീകരതയ്ക്ക് മുന്നിൽ നിസ്സഹായരായി പോകേണ്ട ഒരു സ്ഥിതി ഇന്ത്യയെ സംബന്ധിച്ച് ഉണ്ട് എന്നുള്ളതാണ് താങ്കളുടെ വാക്കുകളിൽ നിന്നും എനിക്ക് അങ്ങനെ തന്നെയാണ് മനസ്സിലാകുന്നത്. അല്ല, അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഇതിന് വെറുമൊരു ഭീകരതയല്ല, ഇത് ഒരു രാഷ്ട്രത്തിൻ്റെ പിന്തുണയോട് കൂടിയിട്ടുള്ള ഭീകരതയാണ് എന്ന് വളരെ വ്യക്തമാണ്. നമ്മുടെ ഈ പഹൽഗാമിൽ ഈ ആക്രമണം നടക്കുന്നതിന് തൊട്ട് ഒരാഴ്ചയ്ക്ക് മുമ്പ് അവിടുത്തെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ അസിം മുനീർ നടത്തിയ പ്രസ്താവന തന്നെ ഇന്ത്യയും പാകിസ്ഥാനും 2 രാജ്യങ്ങളാണ്, 2 സംസ്കാരങ്ങളാണ്, 2 മതങ്ങളാണ്, നമുക്ക് ഇതുമായി യാതൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല, കാശ്മീർ എന്ന് പറയുന്നത് ഞങ്ങളുടെ തൊണ്ടയിലെ കഴുത്തിലെ ഞരമ്പാണ്. ഈ തരത്തിലുള്ള ഒരു പ്രസ്താവനയാണ് നടത്തിയത്. എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം, ഒരാഴ്ചയ്ക്ക് ശേഷം ഈ പഹൽഗാമിൽ വന്ന് ആക്രമണം നടത്താൻ പോകുന്ന ഭീകരവാദികൾക്ക് നടത്തിയ ഒരു മോട്ടിവേഷൻ സ്പീച്ചാണത്. അപ്പോൾ അങ്ങനെയുള്ള, അതായത് എന്തുകൊണ്ടാണ് അവർ ഈ തരത്തിലൊരു ആക്രമണം നടത്തിയതെന്ന് കൂടി നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ അയൽരാജ്യമായ പാകിസ്ഥാൻ രാഷ്ട്രീയമായും സാമ്പത്തികമായും വളരെയധികം തകർന്നു നിൽക്കുന്നു. വേൾഡ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൊണ്ട് മാത്രമാണ് ആ രാജ്യം നിലനിന്ന് പോകുന്നത്. അപ്പോൾ അങ്ങനെ വേൾഡ് ബാങ്കിൽ നിന്ന് ലഭിക്കുന്ന സാമ്പത്തിക സഹായം കൊണ്ട് മാത്രം നിന്നു പോകുന്ന ഒരു രാജ്യം, ആ രാജ്യത്തിന് ഇപ്പോൾ അമേരിക്ക സാമ്പത്തിക സഹായം നൽകുന്നില്ല, സൗദി അറേബ്യ സാമ്പത്തിക സഹായം നൽകുന്നില്ല. ഈ വളരെയധികം ആഭ്യന്തര കലാപങ്ങളിൽ പെട്ട് ഉഴലുന്ന ദുർബലമായ ഭരണകൂടമായതുകൊണ്ട് തന്നെ കഴിഞ്ഞ 5-6 വർഷമായി ഇന്ത്യയും ആ രാജ്യത്തെ ഗൗരവമായി എടുക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ എല്ലാവരാലും അവഗണിക്കപ്പെടുകയും അതോടൊപ്പം സാമ്പത്തിക പ്രതിസന്ധിയിൽ എത്തുകയും നിൽക്കുകയും ചെയ്യുന്ന ഒരു രാജ്യം, ആ രാജ്യത്തെ ഞങ്ങളിവിടെ ഉണ്ട്, ഞങ്ങളെ നിങ്ങളൊക്കെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കാൻ കഴിയും എന്ന തരത്തിലുള്ള ഒരു ചിന്ത ഉണ്ട്. 1. 2, അവിടുത്തെ രാഷ്ട്രീയമായ ഭരണകൂടം, ഈ ഷഹബാസ് ഷെരീഫിൻ്റെ നേതൃത്വമുള്ള ഗവൺമെൻറ് വളരെ ദുർബലമായ ഗവൺമെൻറ്റാണ്. അവർക്കൊന്നും തന്നെ ചെയ്യാൻ കഴിയുന്നില്ല. നമുക്കറിയാം, അങ്ങനെ രാഷ്ട്രീയ ഗവൺമെൻറ്, അതായത് പൊളിറ്റിക്കൽ സിസ്റ്റം ദുർബലമാകുമ്പോൾ എപ്പോഴും അവിടുത്തെ പട്ടാള ഭരണകൂടം ശക്തമാകും. പട്ടാള ഭരണകൂടം ശക്തമാകുക എന്ന് പറഞ്ഞാൽ അസിം മുനീറിനെ സംബന്ധിച്ച് പറയാവുന്നത്, അസിം മുനീർ എന്ന് പറയുന്നത് ISIയുടെ ചീഫായിരുന്ന ആളാണ്. ISI ആണ് ഈ ഭീകര സംഘടനകളെല്ലാം പോറ്റി വളർത്തുന്നത്. അപ്പോൾ ISIയുടെ ചീഫായിരുന്നയാൾ കരസേനാ മേധാവിയായപ്പോൾ ഈ രാഷ്ട്രീയ നേതൃത്വം ദുർബലമാവുക കൂടി ചെയ്തപ്പോൾ, ഇനി എനിക്ക്, അതായത് നമുക്കറിയാം നവംബറിൽ അദ്ദേഹത്തിൻ്റെ കാലാവധി തീരുകയാണ്. ആ നവംബറിൽ കാലാവധി തീരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാലാവധി 2 വർഷം കൂടി നീട്ടിയെടുക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയാൽ സ്വാഭാവികമായിട്ടും പാകിസ്ഥാൻ്റെ ആത്മവീര്യത്തെ ഉണർത്തിയ, പാകിസ്ഥാൻ്റെ ആവശ്യങ്ങളെ അന്തർദേശീയ തലത്തിൽ ഉയർത്തിക്കാണിക്കാൻ കഴിഞ്ഞ അന്തർദേശീയ സംഘടനകൾ, രാഷ്ട്രങ്ങൾ, അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ശ്രദ്ധിക്കാൻ പോകുന്ന തരത്തിലുള്ള സംഭവമാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടി നടത്തിയ ഹീനമായ ആക്രമണമാണ് വാസ്തവത്തിൽ ഈ പഹൽഗാമിൽ നടന്നത്. അപ്പോൾ അതുകൊണ്ട് ജോസഫ് ആന്റണി, ഇവിടെ ഇത്തരം സൂചനകൾ, ഇത്തരത്തിൽ പാകിസ്ഥാനിലെ അവിടെയുള്ള ഭരണപരമായ സാമൂഹ്യപരമായ അരക്ഷിതാവസ്ഥ, അങ്ങനെ ഏത് നിമിഷവും ഒരു ആക്രമണത്തിലൂടെ തങ്ങളുടെ പ്രസക്തി തെളിയിക്കേണ്ടുന്ന അവസ്ഥയിലാണ് പാകിസ്ഥാൻ എന്ന തിരിച്ചറിവ്. മാത്രമല്ല, ആർട്ടിക്കിൾ 370 എടുത്ത് കളഞ്ഞതിന് ശേഷം അവിടെ ടൂറിസ്റ്റുകൾ ഒഴുകിയെത്തുന്ന സ്ഥിതിയുണ്ട്. അതിനു മുമ്പ് അവിടെ തീർത്ഥാടകർ, അമർനാഥ് തീർത്ഥാടകർ ആക്രമിക്കപ്പെട്ടു
ആക്രമിക്കപ്പെട്ട സ്ഥിതിയുണ്ട്. തഹാവൂർ റാണയെ പോലെ ഒരു ഭീകരവാദിയെ ഇന്ത്യയിലേക്ക്, നമ്മുടെ രാജ്യത്തേക്ക് എത്തിച്ചു നിൽക്കുന്ന രാഷ്ട്രീയ കാലാവസ്ഥയാണ്. JD വാൻസ് ഇന്ത്യ സന്ദർശിക്കുന്നു. ഇങ്ങനെയൊക്കെ ഉള്ള സൂചനകൾ നമുക്ക് ചുറ്റും ഉള്ളപ്പോഴും പാകിസ്ഥാനിൽ നിന്ന് തന്നെ താങ്കൾ നേരത്തെ പറഞ്ഞതുപോലെ ശക്തമായ സൂചനകൾ അവിടുത്തെ വളരെ പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ നൽകിയിട്ടും അത് മുന്നിൽ കണ്ടുള്ള ഒരു പ്രവർത്തനം, ഒരു സുരക്ഷയൊരുക്കൽ ജമ്മു കശ്മീരിൽ മിസ് ചെയ്തു എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരില്ലേ ജോസഫ് ആന്റണി? തീർച്ചയായിട്ടും അത് അവിടെയാണ് നമ്മൾ ഈ പഹൽഗാമിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കേണ്ടത്. പഹൽഗാം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ അവിടുത്തെ ജനങ്ങൾക്ക് ജീവിക്കുന്നതിന് വേണ്ടിയിട്ട് വിനോദസഞ്ചാര മേഖലയിൽ നന്നായി കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു പ്രദേശമാണ് പഹൽഗാം എന്ന് പറയുന്നത്. പഹൽഗാം എന്ന് പറയുന്നത് അത് മാത്രമല്ല, അപ്പം നമ്മുടെ സൂചിപ്പിച്ചതുപോലെ ഈ അമർനാഥ് യാത്ര കടന്നു പോകുന്ന പ്രധാനപ്പെട്ട ഒരു മാർഗം കൂടിയാണ് പഹൽഗാം. അപ്പോൾ അമർനാഥ് യാത്രികർക്ക് താമസിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രധാന താവളം കൂടിയാണ് പഹൽഗാം എന്ന് പറയുന്നത്. അപ്പോൾ വിനോദസഞ്ചാര മേഖലയിൽ ഇത്രമാത്രം ആളുകൾ വരികയും വരുമാനമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു പ്രദേശം, അമർനാഥ് യാത്ര കടന്നു പോകുന്ന പ്രദേശം, ഇങ്ങനെയുള്ള സുപ്രധാനമായ ഒരു പ്രദേശത്ത് എന്തുകൊണ്ട് അവിടെ വരുന്ന ആളുകളെ സുരക്ഷിതരാക്കുന്നതിന് വേണ്ടിയിട്ട് നടപടിയെടുത്തില്ല എന്നത് വളരെ വലിയ പ്രശ്നമാണ്. ശങ്കർ റോയ് ചൗധരി എന്ന് പറയുന്ന കരസേനാ മേധാവി, മുൻ കരസേനാ മേധാവി പറഞ്ഞു വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ്. അതായത് കരസേനാ മേധാവി, നമ്മുടെ രാജ്യത്തിൻ്റെ മുൻ കരസേനാ മേധാവിയായിട്ടുള്ള ശങ്കർ റോയ് ചൗധരി പരസ്യമായി പറഞ്ഞു ഈ പഹൽഗാമിൽ ഉണ്ടായിട്ടുള്ളത് വളരെ വലിയ സുരക്ഷാ വീഴ്ചയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വിദേശ നയങ്ങളെ വളരെ ശക്തമായി പിന്തുണയ്ക്കുന്ന ഒരു വലിയ എഴുത്തുകാരനാണ് അമിതാഭ് മട്ടു. അത് ജമ്മു സർവകലാശാല, കാശ്മീരിക്കാരനാണ്, ജമ്മു സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ് അദ്ദേഹം പറഞ്ഞു, ഈ അടുത്ത കാലത്ത് എഴുതിയ ലേഖനത്തിൽ പറഞ്ഞു മാസീവ് സെക്യൂരിറ്റി ഫെയിലിയർ എന്ന് പറഞ്ഞാൽ ഭീകരമായ സുരക്ഷാ പിഴവാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയുകയാണ് നിങ്ങളെല്ലാവരും കൂടി കാശ്മീരിലേക്ക് വരൂ, ഇവിടെ നോർമലൈസ്ഡ് ആയി കഴിഞ്ഞു, ഇവിടെ നിങ്ങൾക്ക് സുരക്ഷിതമായി പോകാം എന്ന് പറഞ്ഞാൽ അങ്ങനെ പറയുന്ന സർക്കാരിനൊരു വലിയ ഉത്തരവാദിത്വമുണ്ട്. ഇത് കേട്ട് വിശ്വസിച്ച് വരുന്ന ആളുകളെ സുരക്ഷ ഉറപ്പാക്കേണ്ടത് അവരുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണല്ലോ നമ്മുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അമിത്ഷായോട് ചോദിച്ചത്, നിങ്ങൾ ഞങ്ങളോട് ഈ കാശ്മീരിലേക്ക് വരൂ, ഇവിടെ സന്ദർശിക്കൂ എന്ന് പറഞ്ഞ് ഞങ്ങളെ ഇങ്ങനെ വിളിച്ചു വരുത്തിയത് ഞങ്ങളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടാണോ, ഞങ്ങൾക്ക് എന്ത് സുരക്ഷയാണ് ഉറക്കിയിരുന്നതെന്ന് ആഭ്യന്തരമന്ത്രിയോട് തന്നെ ഞങ്ങൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെയുള്ള ഒരു വലിയ പിഴവ് വന്നിരിക്കുന്നു. അപ്പോൾ അങ്ങനെയുള്ള വലിയ പിഴവ് വന്നിരിക്കുന്ന സാഹചര്യത്തിൽ ആ പിഴവിനെ ഒരു പക്ഷേ മറച്ചു വയ്ക്കാൻ കൂടിയിട്ടാവണം ഈ തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തുന്നത്. നമുക്കറിയാം, നേരത്തെ സൂചിപ്പിച്ച പോലെ JD വാൻസ് ഇന്ത്യയിൽ വന്ന സന്ദർഭം മാത്രമല്ല, നമ്മുടെ പ്രധാനമന്ത്രി സൗദി അറേബ്യയിൽ ചെന്ന സന്ദർഭത്തിൽ കൂടിയാണ് ഈ ഭീകരാക്രമണം നടത്തിയത്. ആ ടൈമിങ്ങിന് വളരെ പ്രാധാന്യമുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഇത്തരം പ്രസ്താവനകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണ്? ഒരു സൈനിക ഓപ്പറേഷൻ അത് പ്രതീക്ഷിക്കണോ, അതോ നയതന്ത്ര തലത്തിലുള്ള കർശനമായ നടപടികൾ ഇന്ത്യ പാകിസ്ഥാനെതിരെ സ്വീകരിച്ച് കഴിഞ്ഞിരിക്കുകയാണ്? അതിനുമപ്പുറം നമുക്ക് ഈ ഭീകരവാദികളെ തെരഞ്ഞു കണ്ടുപിടിക്കേണ്ടതുണ്ട്. ഏത് തരത്തിലുള്ള ഒരു നടപടിയായിരിക്കും ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങളെ തൃപ്തിപ്പെടുത്തുക എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? അല്ല, നമുക്കറിയാം, നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന സന്ദർഭത്തിൽ അവസാനം 2019 പകരം നമ്മുടെ പുൽവാമ സംഭവത്തിന് വേണ്ടിയിട്ട് നമ്മൾ ബാലാക്കോട്ടിൽ കയറി ആക്രമണം നടത്തി. അത് തരത്തിലുള്ള അത്തരം നടപടിക്രമങ്ങൾ നമ്മുടെ ഈ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കിയ സംഘടനകൾ നമുക്ക് ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു. 2019 ആർട്ടിക്കിൾ 370 പിൻവലിച്ചതിന് ശേഷം സമാധാനം കൈവന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ മറ്റൊരു കാര്യം കൂടി ആലോചിക്കേണ്ടത്, 2019 370 ആർട്ടിക്കിൾ പിൻവലിച്ചതിന് തൊട്ട് പിന്നാലെയാണ് ലഷ്കർ ഇ തൈബ ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് TRF എന്ന് പറയുന്ന ഭീകര സംഘടനയ്ക്ക് രൂപം കൊടുത്തത്. അതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. അപ്പോൾ അവരാണ് വാസ്തവത്തിൽ ഈ കർമ്മം നടത്തിയിരിക്കുന്നതെന്നും കൂടി നമ്മൾ അറിയേണ്ടതുണ്ട്. അപ്പോൾ അങ്ങനെ, അതായത് നമ്മൾ കാണേണ്ട കാര്യം ഒന്ന്, ഇതൊരു വാസ്തവത്തിൽ പറയും, ഈ സ്റ്റീഫൻ കോഹൻ എന്ന് പറയുന്ന ഒരു അമേരിക്കൻ ചിന്തകനുണ്ട്. അദ്ദേഹം പാകിസ്ഥാൻ സ്പെഷ്യലിസ്റ്റാണ്. പാകിസ്ഥാൻ്റെ രാഷ്ട്രീയത്തെ കാണുകയും പഠിക്കുകയും ചെയ്യുന്ന ആളാണ്. അദ്ദേഹം പറയും ഈ പാകിസ്ഥാനിലെ സേനാധിപന്മാർ അവർ അന്തർദേശീയ സമൂഹത്തോട് സഹായം ചോദിക്കുന്നത് അവരുടെ തലയിൽ തോക്ക് ചൂണ്ടിയിട്ടാണെന്ന് പറയും. അതായത് സ്വന്തം ശിരസിലേക്ക് തോക്ക് ചൂണ്ടിക്കൊണ്ടാണ് പാകിസ്ഥാനി സേനാധിപന്മാർ, സൈന്യം അന്തർദേശീയ സമൂഹത്തോട് സാമ്പത്തിക സഹായം ചോദിക്കും. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ വളരെ നശിക്കാറായി നിൽക്കുന്നു, ഞങ്ങളെ സഹായിച്ചില്ലെങ്കിൽ ഞങ്ങൾ മരിക്കും എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു ആത്മഹത്യാപരമായ, അതായത് പാകിസ്ഥാനെ സംബന്ധിച്ച് വളരെ ദുർബലമായ, സാമ്പത്തികമായും സൈനികമായും ദുർബലമായ ഒരു രാജ്യം ഇവിടെ നമ്മുടെ കാശ്മീരിൽ വന്ന് കയറി നടത്തിയ ആക്രമണം ഒരു തരത്തിൽ ആത്മഹത്യാപരമായ ആക്രമണമാണ്.
അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അവർക്കെതിരെ നടപടിയെടുക്കും, പലതരത്തിലുള്ള നടപടിയെടുക്കും. ഒരു പ്രധാനപ്പെട്ട നടപടി നമ്മൾ എടുത്തു കഴിഞ്ഞു. സിന്ധു നദീജല കരാർ നമ്മൾ മരവിപ്പിച്ചു കഴിഞ്ഞു. അത് പഞ്ചാബ് പ്രവിശ്യയിൽ ഉണ്ടാകാൻ പോകുന്ന വലിയ ദുരന്തമാണ്. അത് നമുക്ക് പൂർണ്ണമായും ആ നദീ ഒഴുക്കിനെ തടയാൻ കഴിയില്ല എങ്കിൽ പോലും ക്രമേണ നമ്മൾ ആ നദിയിലെ ഒഴുക്ക് നിർത്തിക്കഴിഞ്ഞാൽ പഞ്ചാബ് പ്രവിശ്യ, പാകിസ്ഥാൻ്റെ പഞ്ചാബ് പ്രവിശ്യ മരുഭൂമിയായി മാറും. അപ്പോൾ ആ തരത്തിലുള്ള പരിപാടി നമ്മൾ നടത്തുന്നു. നമ്മുടെ എല്ലാ തരത്തിലുള്ള കയറ്റിറക്കുമതി പരിപാടികൾ നമ്മൾ നിർത്താൻ പോകുന്നു. അതുപോലെ അദ്ദേഹം ഇന്ന് നമ്മൾ പ്രധാനമന്ത്രി നടത്തിയ പ്രസ്താവനയിൽ ഇന്നല്ല, അദ്ദേഹം അതിനുശേഷം ബീഹാറിൽ പോയി നടത്തിയ പ്രസംഗത്തിലും ഈ മൻ കി ബാത്തിലും പറയുന്നത് നമ്മൾ അതിശക്തമെന്ന് പറഞ്ഞാൽ അതിശക്തമായ നടപടികൾ എടുക്കും എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിശക്തമായ ചില നടപടികൾ നേരത്തെ ഉണ്ടാതിരുന്നതിൽ നിന്നും വ്യത്യസ്തമായ ചില നടപടികൾ കൂടി ഈ ആക്രമണത്തിൻ്റെ ഫലമായി സ്വീകരിക്കും എന്ന് തന്നെയാണ്. അങ്ങനെ സ്വീകരിച്ചില്ലെങ്കിൽ, സ്വീകരിക്കുന്നതിൽ വിജയിച്ചില്ലെങ്കിൽ അത് തീർച്ചയായിട്ടും ഇവിടുത്തെ ഭരണകൂടത്തിൻ്റെ വലിയ പരാജയമായിട്ടായിരിക്കും ജനങ്ങൾ വിലയിരുത്തുക. തീർച്ചയായും. വളരെയധികം നന്ദി ശ്രീ ജോസഫ് ആന്റണി. ഈ ഘട്ടത്തിൽ ഞങ്ങൾക്കൊപ്പം സംസാരിക്കാൻ എത്തിയതിന് വളരെയധികം നന്ദി.